الحمد لله رب العالمين نحمد الله ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإن كنتم على سفر ولم تجدوا كاتبا فرهان فإن أمن بعضكم بعضا فليؤدي الذي اؤتمن أمانته وليتق الله ربه ولا تكتموا الشهادة ومن يكتمها فإنه آثم قلبه والله بما تعملون عليم صدق الله مولانا العظيم. സ്നേഹധന്യരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സർവ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂക്ഷ്മതയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാനവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക രംഗത്തെ വിശ്വാസിയുടെ ഇടപാടുകളും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞ് വന്നിരുന്നത്. സമകാലിക സന്ദർഭങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മുടെ നാട്ടിലെ സജീവ ചർച്ചയായി മാറിയിട്ടുള്ള തൊഴിലിടങ്ങളിലെ, പ്രത്യേകിച്ചും മാസ് മീഡിയ രംഗങ്ങളിലെ സദാചാര വിശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സാമ്പത്തികമായും സദാചാരപരമായും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളുടെ പൊതുവായൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവ രണ്ടും സമൂഹത്തിൻ്റെ ഗുണഫലങ്ങളെ മുൻനിർത്തി ഇസ്ലാം
സംവിധാനിച്ചിട്ടുള്ളതും നടപ്പാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ്. അതിൽ സമൂഹത്തിൻ്റെ നന്മ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾ ഇന്നത് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിൻ്റെ നന്മ തന്നെ അതിലാണ്. ആൺപെൺ ബന്ധങ്ങളുടെ അതിരടയാളങ്ങളെക്കുറിച്ച്, അതിൻ്റെ അകലങ്ങളെക്കുറിച്ച്, സൂക്ഷ്മതയെക്കുറിച്ച് ഒക്കെ പറയുന്ന അതേ കൂട്ടത്തിൽ തന്നെ സാമ്പത്തിക വിശുദ്ധിയും ചേർന്ന് വരുന്നതിൻ്റെ ഒരു കാരണം, ഇത് രണ്ടും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകലങ്ങൾ പാലിച്ചുകൊണ്ട്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൻ്റെ നിബന്ധനകളും ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള അതിൻ്റെ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ടുമാണ് മുന്നോട്ട് പോകേണ്ടത്. ഇത് പാലിക്കാത്ത പക്ഷം മനുഷ്യർ പോയിട്ട് ചെന്ന് ചാടുന്ന കുഴികളുണ്ടാകും. അത് കുടുംബജീവിതത്തെ സംബന്ധിച്ചുണ്ടാകും, മനുഷ്യരുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചുണ്ടാകും. മൊത്തത്തിൽ ലോകത്ത് നിന്ന് നമ്മൾ കാണുന്ന സാമ്പത്തികമായ പിടുത്തം കിട്ടാത്ത അന്തം കെട്ട ഒരവസ്ഥയുടെയും കാരണം അന്വേഷിച്ചു പോയാൽ ഇസ്ലാം എന്താണോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അവയുടെ വഴിയിൽ നിന്ന് പിന്മാറി നടന്നു, അതല്ലെങ്കിൽ അതിനെ മുഖവിലക്കെടുക്കാതെ നടക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും പരസ്പരം കണക്റ്റഡാണ്. ഒന്ന് ധാർമ്മികതയും മറ്റൊന്ന് സാമ്പത്തിക രംഗത്തെ വിശുദ്ധിയും എന്ന് പറയുന്നു. ഒരാൾക്കൊരിക്കലും സ്വന്തത്തെക്കുറിച്ച് ജാമ്യം നിൽക്കാൻ പറ്റാത്ത രണ്ട് വിഷയങ്ങളാണ്. അതായത് ഒരാൾ ധാർമ്മികമായി ഞാൻ കുറ്റം ചെയ്യില്ല, അതല്ലെങ്കിൽ സദാചാരപരമായി എനിക്കൊരു അബദ്ധം പറ്റില്ല എന്ന് ഒരാൾ എത്ര പ്രതിജ്ഞ ചെയ്തിട്ടും കാര്യമില്ല. കാരണം അതിൻ്റെ ഒരു പരിസരത്തിലും അതിൻ്റെ ചുറ്റുപാടിലും ഒരാൾ ചെന്നു പെടുക എന്നുള്ളതാണ് അതിലേക്ക് എത്തപ്പെടുന്നതിൻ്റെ ആദ്യത്തെ വഴി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതിലെത്തപ്പെട്ടിട്ട് ഒരാൾക്ക് അയാളെക്കുറിച്ച് ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് അതിൽ നിന്ന് മാറി നടക്കാനുള്ള തഖ്വയൊക്കെ എനിക്കുണ്ട് എന്ന് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമയെ കുറിച്ച് പോലും വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് വമാ ഉബരി നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, വലിയ ഗൂഢാലോചനക്ക് വിധേയമായി ദാത്തു മൻസിബിൻ വ ജമാലിൻ എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പദവിയും അതുപോലെ തന്നെ സൗന്ദര്യവുമുള്ള ആളുകൾ, അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. സൗന്ദര്യവും അതുപോലെ തന്നെ പദവിയുമുള്ള ആളുകൾ, അവർ അനാശാസ്യ വൃത്തിക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ, അതിനുള്ള അവസരം വരുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് കുതറി മാറാൻ നിങ്ങൾ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാം തന്നെ ആകണം എന്നുള്ളത് എത്ര അകലം നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനയാണ്. സാമ്പത്തിക രംഗവും അതാണ് പൊതുവിൽ ഈ രണ്ട് വിഷയങ്ങളെയും മുൻനിർത്തി നമുക്ക് കണക്ട് ചെയ്ത് പറയാനുള്ളത്. നമ്മുടെ സാമ്പത്തിക രംഗം നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാമെന്നാണ് കരുതുന്നത്. മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറയുന്ന വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ സൂറത്തിൽ ഏറ്റവും വലിയൊരു ആയത്ത് മാറ്റിവെച്ചത് എന്തിനാണ് എന്ന് നമുക്കറിയാം. അത് കടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതായത് ആയത്തുദ്ദൈന് എന്നാണ് സൂറത്തു അൽ ബഖറയിലെ 282 സൂക്തത്തിന് പേര്. ആയത്തുദ്ദൈൻ, ദൈനിൻ്റെ കടമിടപാടുകളുടെ സൂക്തം, ആയത്ത് എന്നാണ്. അതായത് വിശുദ്ധ ഖുർആനിലെ സൂറത്തും നമ്മൾ മുസ്ഹഫിലേക്കൊന്ന് മാറ്റിയാൽ 15 വരി വരും ഒരു മുസ്ഹഫിലെ ഒരു പേജ് എന്ന് പറഞ്ഞാൽ. ഒരു 15 വരി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി വെച്ചിട്ടുള്ളത് കടം എന്നുള്ളതിനെ കുറിച്ച് പറയാം. നിസ്കാരത്തെക്കുറിച്ച് ഇത്ര ഇൻ ഡീറ്റെയിൽ ആയിട്ട് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നോമ്പിനെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പിന്നീട് അതിൻ്റെ വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഹദീസുകളിലൂടെ അമലുകളിലൂടെ ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയാം, നിങ്ങൾ എങ്ങനെ കടമിടപാട് നടത്തണം. നിങ്ങൾ കടമിടപാട് നടത്തുമ്പോൾ നിങ്ങൾ ആരാണ് എഴുതേണ്ടത്, അതുപോലെ തന്നെ ആരാണത് പറഞ്ഞു കൊടുക്കേണ്ടത്,
അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട, അവിവേകികളുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലെ നിയമങ്ങൾ എന്ത്, ഇതൊക്കെ പഠിപ്പിച്ചു തരാനുള്ള ഒരു സമയമല്ലത്. സൂറത്തുൽ ബഖറയിലെ 282 സൂക്തം നിങ്ങൾ വിശദമായിട്ടിരുന്ന് പഠിക്കുക എന്നാണ് ഈ സമയത്ത് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതായത് കടമിടപാടുകൾ നടത്തുമ്പോൾ മനുഷ്യർ തമ്മിൽ എന്നും ഒരു ഡേ ടു ഡേ അഫയേഴ്സ് പോലെ, ഒരു ദൈനംദിന വൃത്തി എന്ന പോലെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സാമൂഹിക സഹകരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് കടം കൊടുക്കുക. അപ്പൊ കടം കൊടുക്കുന്നതിന് 2 തലമുണ്ട്. ഒന്ന് കൊടുക്കുക എന്ന് പറയുന്നൊരു തലമുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് വാങ്ങുക എന്ന് പറയുന്നൊരു തലമുണ്ട്. അതിൽ കൊടുക്കുക എന്ന് പറയുന്ന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത് മൻ നഫസ അൻ കുർബത്തി അഖി, അതായത് ഒരാള് സ്വന്തം സഹോദരന്റെ ഒരു കുർബത്ത്, ഒരാളുടെ വിഷമം, ഒരാൾക്ക് പെട്ടെന്ന് വരുന്നൊരു പ്രയാസം, അത് അയാള് പരിഹരിച്ചു കൊടുത്താൽ നഫസല്ലാഹു കുർബത്തഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാളുടെ പ്രശ്നവും അയാളുടെ പ്രയാസവും അല്ലാഹ് പരലോകത്ത് പരിഹരിച്ചു കൊടുക്കും. അതായത് ഒരാളുടെ മനുഷ്യര്, ഈ ലോകത്ത് മനുഷ്യരൊക്കെ വ്യത്യസ്ത തട്ടിലുള്ള സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യക്കാരും കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കൊടുക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ നഹ്നു ഖസംനാ ബൈനഹും മഈശത്തഹും, അള്ളാഹു ഈ ലോകത്ത് മഈശത്ത് വിഭജിച്ചിട്ടുള്ളത് അള്ളാന്റെ ഇഷ്ടപ്രകാരമാണ്. ചിലർക്ക് അള്ളാഹു അഭിവൃദ്ധിയും ചിലർക്ക് അധോഗതിയും, ചിലർക്ക് എത്ര തന്നെയും പരിശ്രമിച്ചിട്ടും മന്ദഗതിയുമൊക്കെ ജീവിതത്തിലും പ്രോഗ്രസ്സിലും പുരോഗതിയിലുമൊക്കെ പടച്ചവൻ കൊടുക്കുന്നതിനുള്ളൊരു കാരണം അത് പടച്ചവന്റെ തീരുമാനമാണ്. അപ്പൊ പടച്ചവൻ അങ്ങനെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ലോകത്ത് കടം കൊടുക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ സ്വതക്ക, 2 കടങ്ങൾ ഒരു സ്വതക്കക്ക് മുആദലയാകുന്നു, സമമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. 2 കടം എന്ന് പറയുന്നത്, അതായത് ഒരാൾക്ക് കടം കൊടുക്കുന്നതിനുള്ള കൂലിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്തിനാണ് കടം കൊടുക്കുന്നതിന് ഈ കൂലി? നമുക്ക് അങ്ങനെ ആലോചിക്കാമല്ലോ. കടം കൊടുക്കുന്നതിന് എന്തിനാണ് കൂലി? ഒരു മനുഷ്യൻ അയാളുടെ നീക്കിയിരിപ്പിൽ, ഇത് കടം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കടം കൊടുക്കുന്നതിന് എന്തുകൊണ്ട് കൂലി എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് കൊടുക്കുന്ന ആളെ പോലെ കടം വാങ്ങുന്ന ആളും അറിയണം. അപ്പോഴാണ് ഈ കടം വാങ്ങുന്നതിനെ കുറിച്ചുള്ള സൂക്ഷ്മത ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് സ്വന്തം ആവശ്യത്തിന് മാറ്റിവെക്കാമായിരുന്ന, അയാളുടെ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന ഒരു പണമാണ് തൽക്കാലം എനിക്ക് വേണ്ട എന്ന് കരുതിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നത്? മറ്റൊരാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നത്. അയാൾക്ക് അയാളുടെ പണത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു ആവശ്യത്തിലേക്ക് വേണമെങ്കിൽ ആ പൈസ ഉപയോഗപ്പെടുത്താം. പക്ഷെ ആ സമയത്തെയും ആ കാലത്തെയും ആ തുകയെയും തൻ്റെ ഒരു സഹോദരൻ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് കരുതി കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കടം വാങ്ങുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കൊരു കടം തരുന്ന ഒരാൾ അയാൾക്ക് ഉപകാരപ്പെടേണ്ടുന്ന ഒരു പൈസ അയാൾ നമുക്ക് ഒപ്പിച്ച് തരുന്നത് അത്രമേൽ അയാൾക്ക് കൂടി ആവശ്യമുള്ള ഒരു പൈസ ആയിരിക്കും. ചിലപ്പോൾ ഒരാളിങ്ങനെ വല്ലാത്ത കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഒരാളെ സഹായിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. സാധാരണഗതിയിൽ ഒരു ചെറിയൊരു അവധി വെച്ചുകൊണ്ട് എന്തെങ്കിലും നമ്മളുടെ ഒരു താൽക്കാലിക ആവശ്യങ്ങൾ ഒക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്കിടയിൽ നടക്കാറുള്ള ഒരു സാമാന്യം വലുപ്പമോ സാമാന്യം ചെറുപ്പമോ അല്ലാത്ത ഒരു ഇടയിലുള്ള തുകയെക്കുറിച്ചാണ് ഈ പറയുന്നത്. മനുഷ്യർ തമ്മിലുള്ള കടമിടപാടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഒരാൾക്ക് ഉപകാരപ്പെടാവുന്ന ഒരു പൈസയാണല്ലോ അയാൾ തൻ്റെ സഹോദരന് വേണ്ടി മാറ്റിവെക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൊടുക്കുന്നവന് വലിയ രീതിയിലുള്ള പ്രതിഫലം ഇസ്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടം കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് നിങ്ങൾ പിന്നീടും നീട്ടിക്കൊടുക്കേണ്ട സമയം. അയാൾക്ക് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂഹു എന്ന് പറയാനുള്ള കാരണം. ഇത് അവധിയൊക്കെ വെച്ചിട്ട് കൊടുക്കണം, അതിന്റെ സമയം പറഞ്ഞു കൊടുക്കണം. ഈ സമയം പറഞ്ഞു കൊടുക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മം ഫക്തുബൂഹു, നിങ്ങൾ ഇന്ന ഡേറ്റ്, ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് ഞാൻ തരാം, 3 മാസം കഴിഞ്ഞ് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യം ഇന്നിപ്പോൾ ഓഗസ്റ്റ് 30-ാം തീയതിയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 30-ന്റെ കൃത്യമായിട്ട് ഒരു ഡേറ്റ് അത് വെച്ചുകൊണ്ട് എഴുതണം. എന്നിട്ട് ആരുടെ അടുത്തു നിന്നാണോ പൈസ വാങ്ങിച്ചത് അയാൾ എന്നിൽ നിന്ന് ഈ പൈസ വാങ്ങിച്ചു, ഇത്ര തുകയാണ്, ഇത് കൈപ്പറ്റി എന്നുള്ളത് മറ്റൊരാളും എഴുതണം. അതിന് സാക്ഷികൾ വേണം.
നമ്മളൊന്ന് ആലോചിച്ചു, നിക്കാഹിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെയാണ് കടത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്രമേൽ വലിയൊരു ഇഷ്യൂ ആണത്. ഇന്ന് സമൂഹത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മുടെ നാട്ടിലൊരു തമാശയാണത്. കടം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ കുടുങ്ങും. പിന്നെ അവരായിരിക്കും ഏറ്റവും വലിയ ഈ ആരുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചെന്ന് പിന്നെ ഒരു സംശയമായിരിക്കുന്നതാണ്. കടം കൊടുത്ത ആള് കടം വാങ്ങിയ ആളെ പിന്നെ തെരഞ്ഞു നടക്കുന്നത് വല്ലാത്ത അയാൾക്ക് ഭയങ്കര അസഹ്യത. അതല്ലെങ്കിൽ ഇയാളുടെ കണ്ണിൽപ്പെടാതെ മുങ്ങി നടക്കുക. അതല്ലെങ്കിൽ സമൂഹത്തിൽ കടം കൊടുത്ത ആൾ തന്നെ പിന്നീട് ഇയാൾ മോശക്കാരനാകും. നിങ്ങൾ അറിഞ്ഞിട്ട് ഇയാൾക്ക് കടം കൊടുക്കുമോ എന്ന് ഇയാളെക്കുറിച്ച് ചോദ്യം ഇയാളോട് നാട്ടുകാർ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഇസ്ലാം പറയുന്നതനുസരിച്ച് നല്ലൊരു കരാർ, എത്രത്തോളം എന്നാൽ കടത്തിന് ഇസ്ലാമിക സംവിധാനങ്ങളിൽ കാണാൻ സാധിക്കും കടം കൊടുക്കുന്നതിനുള്ള സ്പെസിമെനുകൾ. എങ്ങനെയാണത് ഒരു വിവാഹ കരാറൊക്കെ പോലെ തന്നെ കടം എന്നുള്ളതിന് പരസ്പരമുള്ള ഒരു സമ്മതപത്രവും കരാറുമൊക്കെ കടത്തിൻ്റെ കരാറുകളുണ്ട്. അപ്പോൾ ഇത് സൂക്ഷ്മതാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി ഒരാൾക്ക് സാവകാശം കൊടുക്കാമോ? ഇങ്ങനൊരു അവധി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും അത് സാവകാശം കൊടുക്കാം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആ കടം കൊടുത്തതിന് ശേഷം അയാൾ തരാൻ ഉദ്ദേശിച്ചിരുന്നു. കടം വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റാണ്, ഇതും ഇടകലർത്തി പറയാനുള്ള കാരണം കൊടുക്കുന്നവനെ കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞാൽ കൊടുക്കാനുള്ള പ്രചോദനം മാത്രമായി പോകും. വാങ്ങിക്കുന്നവർ സൂക്ഷിക്കേണ്ട വിഷയം കൂടി ആയതുകൊണ്ടാണ് ഈ കടത്തിൻ്റെ ഫضല് മാത്രമല്ല പറയേണ്ടത്. കടം തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കടം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വിപത്തിനെ കുറിച്ചുകൂടി ഇതേ പ്രാധാന്യത്തിൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്തുള്ള ഒരാൾക്കുള്ള മര്യാദയായി റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വഇൻ കാനദു ഉസ്റ ഫനളിറത്തുൻ ഇലാ മൈസറ. ഒരാൾക്ക് പ്രയാസമുണ്ട്, 3 മാസത്തിൻ്റെ സമയവും ഇതൊക്കെ പറഞ്ഞു, എന്നിട്ടും അയാളിൽ നിന്നത് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒരു അവധി കൊടുക്കാം. നിങ്ങൾക്ക് അയാളുടെ ഒരു ലഘൂകരണത്തിൻ്റെ ഒരു എളുപ്പത്തിൻ്റെ സമയം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയാൾക്കൊരു അവധി നൽകാം, നിങ്ങളൊന്ന് കാത്തിരിക്കാം. വഅൻ തസദ്ദഖു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ചില കാര്യങ്ങളിലൊക്കെ ഈ 1000 റുപ്യ 2000 റുപ്യൊക്കെ കടമൊക്കെ വാങ്ങിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ വന്നാൽ വഅൻ തസദ്ദഖു, ആ കാര്യത്തിലൊക്കെ കടമിടപാടുകളെക്കാൾ നിങ്ങൾക്ക് നല്ല എന്തായിരിക്കും, ചെറിയ കാര്യങ്ങൾ, ചെറിയ തുകകളൊക്കെ ആണെങ്കിൽ 500 രൂപയുടെ കടം അത്ര അവശനായ ഒരാളാണെന്നുണ്ടെങ്കിൽ സമൂഹം എന്നുള്ള നിലക്ക് അവരുടെ കൂട്ടുത്തരവാദിത്വമാണ് ഒരാൾ 500 രൂപക്കൊന്നും എന്താക്കരുത്, കടക്കാരനാക്കരുത്. അത് സമൂഹത്തിൻ്റെ ബാധ്യതയുണ്ടോ? നാട്ടുകാരുടെ അടുത്തൊക്കെ നടന്ന് 500 റുപ്യ 1000 റുപ്യം കടം വാങ്ങിക്കുന്ന ആളെ കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് പട്ടിണിയിലുള്ള ഒരു കുടുംബം, പ്രാരാബ്ധങ്ങളുള്ള കുടുംബം, കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ജൂൺ മാസത്തിൽ കടം വാങ്ങേണ്ടി വരുന്ന ഒരു രക്ഷിതാവിൻ്റെ ഒരു അവസ്ഥ. ശരിക്കും എന്താണ് വേണ്ടത്? ആ കുടുംബത്തെ അവർക്ക് ഒരു 1000 റുപ്യ 2000 റുപ്യം കടക്കാരനാക്കുകയല്ല വേണ്ടത്. സമൂഹം എന്താ ചെയ്യേണ്ടത്? സമൂഹം അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആ പൈസ എത്തിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇസ്ലാമിൽ കടത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അത് പറയുന്ന 282-ാമത്തെ സൂക്തത്തിന് മുമ്പുള്ള ആയത്തുകൾ മുഴുവൻ പലിശയെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും ഇൻഫാക്കിനെ കുറിച്ചാണ് പറയും. പലിശയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് കടത്തെക്കുറിച്ച് പറയുന്നത്. അതായത് അറബികളിൽ ഈ കടമുണ്ടായിരുന്നു. ഈ കടമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു അവധി കൊടുത്തു കഴിഞ്ഞ് ആ അവധിക്കപ്പുറം വൈകുകയാണെങ്കിൽ അതിന്മേൽ കടം, അതിന്മേൽ കൂടുതൽ, ആ കടത്തിന് മേൽ കൂടുതൽ പലിശ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കടം കൊടുക്കുമ്പോൾ തന്നെ പലിശയാണ്. ആ അവധി തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും പിഴപ്പലിശയാണ്, കൂട്ടുപലിശയാണ്, അതിന്മേൽ പലിശയാണ്. അറബികൾ അതിലൊക്കെ പിന്നെ മാന്യന്മാരായിരുന്നു കേട്ടോ. അറബികളുടെ അടുത്തുണ്ടായിരുന്ന പലിശ പിന്നെ നമ്മുടെ നാട്ടിലുള്ള പലിശേനെക്കാട്ടും കുറച്ച് കുറഞ്ഞ പലിശയാണ്. കാരണം അവർ ആ അവധി തെറ്റിക്കഴിഞ്ഞിട്ടുള്ള പലിശയൊക്കെയാണ് കുറേ ആളുകൾ സ്വീകരിച്ചിരുന്നത്. അവർക്കിടയിൽ ഇന്നും നമുക്കിടയിൽ പ്രചാരമുള്ളതായ, ജൂതന്മാർക്കിടയിൽ നിലവിലുണ്ടായിരുന്നതായ പലിശ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ കുറേ പേരും അവധി തെറ്റിക്കഴിഞ്ഞാൽ അതിന്മേൽ വരുന്നൊരു പലിശയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയാണ്, വഅൻ തസദ്ദഖു ഖൈറുൽ ലക്കും. ചെറിയ ചെറിയ വിഷയങ്ങളിൽ കടം വാങ്ങിക്കുക, അതല്ലെങ്കിൽ ചെറിയ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ കടം വാങ്ങിക്കേണ്ടി വരിക, അതുപോലെ തന്നെ കുട്ടികളുടെ ചെറിയ ചെറിയ നോട്ട് പുസ്തകങ്ങളും അതുപോലെ തന്നെ ബാഗും കൊടയും വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കടം വാങ്ങിക്കേണ്ടി വരുന്ന ഒരു സാമൂഹ്യാവസ്ഥ ഇല്ലാതാവണം.
ആ സാമൂഹികാവസ്ഥ അവരെ പരിരക്ഷിക്കുന്നതാകണം. മഹല്ലുകൾക്ക്, കൂട്ടായ്മകൾക്ക്, അതുപോലെ തന്നെ നമ്മളുടെ മൈക്രോ ഫിനാൻസിങ് സിസ്റ്റങ്ങൾക്ക്, പലിശരഹിത നിധികൾക്ക്, നമ്മുടെ സക്കാത്ത് സിസ്റ്റങ്ങൾക്ക്, ഇതൊക്കെ അവർക്ക് ചെയ്യാനുള്ള പണി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള സക്കാത്ത് സെല്ലുകൾ ഇതൊക്കെ ചെയ്യേണ്ടത് ആളുകൾ കൊച്ചു നമ്മുടെ നാട്ടിലിപ്പോൾ കാണുന്നത് 5000 റുപ്യയ്ക്ക് ആളുകൾ എന്ത് ചെയ്യും? കടം വാങ്ങും. 50 ലക്ഷം കടം എടുക്കുന്നതിനെ കുറിച്ചല്ല, അത് വേറെ തന്നെ പറയാം. 5000 രൂപ കടം വാങ്ങിക്കേണ്ടി വരുന്ന ആളുകൾ, അതും വട്ടിപ്പലിശക്ക് എടുക്കേണ്ടി വരുന്ന ആളുകൾ, അതുപോലെ തന്നെ 10000 രൂപക്ക് പലിശ എടുത്തത് ദിവസവും തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു നിശ്ചിത ഭാഗം ഈ വട്ടിപ്പലിശക്കാരന് കൊടുക്കേണ്ടി വരുന്ന ആളുകൾ. ഇതൊരു സാമൂഹിക അബദ്ധം. അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ്. കാരണം അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള അയൽപക്കക്കാരെ നോക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ അവർക്ക് ഇത്തരത്തിലുള്ള ചതികളിലും കുഴികളിലും അവർ പെട്ടിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം. അല്ലാതെ നമ്മൾ ഇതിൻ്റെ നിയമം മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് പലപ്പോഴും ചില ആളുകൾ ചെറിയ പൈസകൾക്ക് വേണ്ടി, അതായത് 2000 രൂപക്ക് വേണ്ടി, അതുപോലെ തന്നെ 5000 രൂപക്കൊക്കെ വേണ്ടി അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് ഈ ബാങ്കിൻ്റെയും മറ്റും കെണികളിൽ പോയിട്ട് പെടാറുണ്ട്. ബാങ്കിൻ്റെ കെണി എന്നുള്ളതിനേക്കാൾ വട്ടിപ്പലിശക്കാരുടെ കെണി എന്ന് പറയുന്നതായിരിക്കും നന്നാവുക. അതിലേക്ക് എത്താതെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ സ്വതക്കയാണ് നല്ലത്. കടത്തിനുള്ള വകുപ്പ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പറയുന്നു. എന്നാൽ അതേസമയം സമൂഹത്തിൽ എല്ലാവരും ഒരേ സാമ്പത്തിക നിലവാരമുള്ളവരല്ല. സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളിലേക്ക്, മനുഷ്യർക്ക് പ്രതീക്ഷിത വരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്കതിൽ വലിയ പ്രതിഫലത്തെ അള്ളാഹു നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും തന്നെ, വിശുദ്ധ ഖുർആൻ അതിനെ ഉപയോഗിച്ച പദം, നിങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുന്ന കടം ശരിക്കും അള്ളാഹ് കൊടുക്കുന്ന കടമാണ്. മനുഷ്യരെ സഹായിക്കുന്നത്, അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നതിനെ കുറിച്ച് പോലും അള്ളാഹ് ഉപയോഗിച്ച പദം മന്ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉത്തമമായി കടം കൊടുക്കുന്നവനാരുണ്ട് എന്നാണ്. അപ്പോൾ ഈ കടം എന്നുള്ളത് മനുഷ്യർക്കിടയിലുള്ള ഒരു ഇടപാടായതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗത്തെ എടുത്ത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇപ്പുറത്ത് വളരെ ഭയാനകമായി ഇപ്പുറത്ത് വേറൊരു വശമുണ്ട്. നമ്മുടെ നാട്ടിൽ കടം പകലിൽ നിങ്ങളുടെ നാണം കെടുത്തും രാത്രി നിങ്ങളുടെ ഉറക്കം കെടുത്തും എന്ന് പറയാറുണ്ട്, നാട്ടിലുള്ളൊരു ചൊല്ലായിട്ട്. ഇത് കുറെ കൂടി ശരിവെക്കുന്ന, ഒരാൾക്ക് തിരിച്ചു വീട്ടണമെന്നുള്ള ഉദ്ദേശമില്ലാതെ ഒരാൾ വാങ്ങിക്കുന്ന കടം ഇസ്ലാം വിലക്കിയിരിക്കും. അത് തിരിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് എത്ര കടങ്ങൾ, ഇയാൾക്കൊക്കെ എത്രയോ മുതലുണ്ടല്ലോ, അയാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് മുങ്ങി നടന്നാലും കുഴപ്പമില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം അതിൻ്റെ കടക്ക് കത്തി വെച്ചുകൊണ്ട് പറയുന്നു, അങ്ങനെ ആരും രക്ഷപ്പെടാമെന്ന് ഷഹീദ് പോലും കരുതേണ്ടതില്ല. ഇസ്ലാമിലെ ഏറ്റവും ഉന്നതമായ പദവിയുള്ള ആളാണ് ഷഹീദ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹാദത്ത് കൈവരിക്കുന്ന ആള്. അയാളുടെ കാര്യത്തിൽ പോലും അള്ളാഹുവുമായിട്ടുള്ള ഇടപാട് പടച്ചവനോട് പറഞ്ഞാൽ അള്ളാഹു തീർക്കും. പക്ഷെ മനുഷ്യരുമായിട്ടുള്ള ഇടപാടിൽ നിങ്ങൾ ബാക്കി വെച്ച് പോയ കടം പോലെയുള്ള ഇടപാടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, കടമൊഴിച്ച് ഉള്ള എല്ലാ പാപങ്ങളും രക്തസാക്ഷിക്ക് പുറത്തു കൊടുക്കപ്പെടും. കടമൊഴിച്ചുള്ള എല്ലാ പാപങ്ങളും, കടം പാപമായതുകൊണ്ട് പറഞ്ഞതല്ല, എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തെടുക്കപ്പെടും. ഇല്ല ദൈൻ, കടമൊഴിച്ച്. അപ്പൊ ഈ കടം എന്താണ് എന്നുള്ളതിനെ എഴുതി വെക്കേണ്ടതിന്റെ ബാധ്യത പ്രശ്നം എന്താണെന്നറിയോ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ മയ്യത്ത് കൊണ്ടുവന്നിട്ട് വിളിച്ചു പറയേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ആണെങ്കിൽ ആരോടെങ്കിലും ബന്ധപ്പെട്ടോ എന്നൊക്കെ പറയുമല്ലോ, ഇതൊക്കെ നമ്മുടെ ഗതികേട് കൊണ്ട് പറയുന്നതാണ്. അതല്ലെങ്കിൽ ഓക്കെ, എനിക്കറിയാം നിങ്ങൾ എന്നോട് എൻ്റെ വാപ്പാടെ കാര്യം അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കാര്യം എന്നോട് ബന്ധപ്പെട്ടോളൂ എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഈ ജനാസക്ക് മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് പറയാൻ പറ്റണം. ഇത് എൻ്റെ അടുത്ത് അയൽവാസിയുടെ, എൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസി, ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കുറേ പേർ ഇതുപോലെ തന്നെ കടം എന്നുള്ള ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കുറേ പേര് വന്നു. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി കടം വാങ്ങിക്കുന്ന ആളാണ്. പലരുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ കടം വാങ്ങിക്കുന്ന ആളാണ്.
അദ്ദേഹത്തിൻ്റെതായ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് തന്നെ കടം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതേപോലെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ, പള്ളിയിൽ വിളിച്ചു പറയുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ, നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം വരുന്നവരല്ല, നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർ കുറച്ച് തട്ടിപ്പേരും ഉണ്ടാവും. അക്കൂട്ടത്തിൽ ഒരു ബിരുദൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇയാളുടെ വീട്ടിൽ അന്ന് തഅ്സിയത്തിൻ്റെ 3 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് പറഞ്ഞു, ഇന്ന സാഹിബ് എനിക്കൊരു 15,000 റുപ്യ തരാനുണ്ട്, കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചിട്ടുള്ളൂ. വീട്ടുകാർ കൊടുത്തു. കാരണം ബാക്കി കൊടുത്തതിനും വാങ്ങിച്ചതിനും തന്നെ രേഖയില്ല. പിന്നെ ഇയാളും 15,000 റുപ്യ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടുകാർ പ്രതിസന്ധിയിലാവുമല്ലോ. ഈ കഴിഞ്ഞ ആഴ്ച 15,000 റുപ്യ വാങ്ങിയിട്ടുള്ളൂ, എന്ത് ചെയ്യുക? അയാൾക്ക് ആ പൈസ ഉപകാരപ്പെട്ടോ എന്നറിയില്ല. വളരെ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത്. വീട്ടുകാർ കൊടുത്തു. എന്തോ ഭാഗ്യത്തിന് ഇയാളുടെ അളിയൻ, ഈ വാങ്ങിച്ചു കൊണ്ടുപോയ ബിരുദനായ ആളുടെ അളിയൻ ഈ കുടുംബത്തോടുള്ള ഒരു അനുകമ്പയും സ്നേഹമുള്ള മനുഷ്യനായതുകൊണ്ട് തട്ടിപ്പുകാരനായ തൻ്റെ അളിയനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഈ പൈസ തിരിച്ചിട്ടി. ഇത് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഗതികേടൊന്നും ഉണ്ടാക്കരുത്. കടത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകൾക്ക് രേഖയുണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. ഞാൻ ഒരു ഉദാഹരണം നമുക്കിടയിൽ നിന്നൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഒരാൾ എടുക്കുന്ന, പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്ന ഇടപാടുകളെ നമുക്ക് ഇങ്ങനെ പറയാം, അതിനെ സംക്ഷേപിച്ചുകൊണ്ട് അതിൻ്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെ പറയാം. അതായത് കടമിടപാട് നടത്തുന്ന ആളുകൾ അവധി നിശ്ചയിച്ചുകൊണ്ട് കരാർ രേഖപ്പെടുത്തി വെക്കണം, സാക്ഷികളെ നിർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം കടം നൽകിയവന് എന്തെങ്കിലും പ്രയോജനം അതിലുണ്ടാകരുത്. കടം നൽകിയവന് എന്തെങ്കിലും പ്രയോജനം കടം നൽകിയവൻ ആഗ്രഹിക്കരുത്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ വിഷയത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്, കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്, കടം എന്നുള്ള പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും ചില ആൾ. കടം എന്നുള്ള പേരിൽ ബിസിനസ്സിൽ കൊടുക്കുന്ന പൈസ, ബിസിനസ്സിന് ഞാൻ കടം കൊടുത്തിരുന്നു എന്ന് പറയും. ബിസിനസ്സിന് കടം കൊടുക്കുന്ന പരിപാടിയില്ല. അതാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒന്നുകിൽ കടമേ കൊടുക്കൂ, കടം കൊടുത്ത പൈസ പിന്നീട് അയാൾ ബിസിനസ്സാണോ അയാളുടെ കാര്യത്തിനാണോ എന്നുള്ളത് അയാൾ പിന്നെ ചെലവഴിച്ചോട്ടെ. കാരണം ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. എന്നാൽ ബിസിനസ്സിലേക്ക് കൊടുത്തു, മാസം ഒരു 2,000 റുപ്യയും വാങ്ങിക്കാറുണ്ടായിരുന്നു, മാസം ഒരു 2,500 റുപ്യയും 5,000 റുപ്യയും കിട്ടാറുണ്ടായിരുന്നു. ബിസിനസ് പൊട്ടിയപ്പോൾ ഇയാൾ പറയാണ്, എനിക്ക് അയാൾ 5 ലക്ഷം റുപ്യ കടം തരാനുണ്ട്. ഇത് വൈരുദ്ധ്യമാണ്. കാരണം ഇതിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് കടം കൊടുക്കുക എന്ന പരിപാടിയല്ല, ബിസിനസ്സിൽ പങ്കാളിയാവുക എന്ന പരിപാടിയാണ്. അപ്പോൾ ബിസിനസ്സിൽ നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കടം വാങ്ങിച്ച് ചെയ്യണോ എന്നുള്ളത് ആലോചിക്കുകയും അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ടത് ബിസിനസ്സുകാരനാണ്. പക്ഷേ ഇയാൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ, കാരണം ബിസിനസ് എന്നുള്ളത് ഒരാളെടുക്കുന്ന റിസ്ക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി അയാൾക്ക് ലഭിക്കുന്ന ലാഭമാണ്. അല്ലാതെ റിസ്ക് ഇല്ലാത്തൊരു കച്ചവടം, അതായത് എന്തു വന്നാലും നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൈസ വാങ്ങിക്കാൻ പറ്റില്ല. എന്തു വന്നാലും നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു തരും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കടം വാങ്ങിക്കാം. കാരണം കടം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ബാധ്യതയാണ്. പക്ഷേ ബിസിനസ്സിലേക്ക് വാങ്ങിക്കുന്ന ഒരു പൈസ, അത് തളുമീനു റഅസിൽ മാലാണ്, അതിൻ്റെ ക്യാപിറ്റലിനെ ഉറപ്പുവരുത്തുകയാണ്. റിബ, പലിശ എന്നുള്ളതിൻ്റെ നിർവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, റിബ ഹുവ തളുമീനു റഅസിൽ മാൽ. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇറക്കിയ പൈസ, നിങ്ങൾ ബിസിനസ്സിന് പൈസ വാങ്ങിച്ച ആൾക്കാരോടൊക്കെ പറയുക, ഇതെന്തെന്നാലും ഇതിൻ്റെ ഈ ചരക്കിൽ നഷ്ടം വരുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു ബിസിനസ് ഇല്ല. ബിസിനസ് നിന്നിപ്പി കത്തിപ്പോയാലോ, വെള്ളം കയറിയാലോ, അതല്ലെങ്കിൽ നാളെ കൊറോണ വന്നാലോ, അപ്പോൾ വീണ്ടും നിങ്ങൾ 5 ലക്ഷം തിരിച്ചു കൊടുക്കുമോ? അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഗതികളെ ഈ കടത്തിൽ നിന്നൊന്ന് ഡിറ്റാച്ച് ചെയ്യേണ്ടതാണ്. വിശദമായിട്ട് തന്നെ ബിസിനസ്സിൻ്റെ ഡീലിംഗ് വരുമ്പോൾ നമുക്ക് പറയേണ്ടതാണ്. അപ്പോൾ കടവുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിൽ ഇസ്ലാം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കടം കൊടുത്തവന് അയാൾക്കൊരു പ്രയോജനം കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇനി കടം തിരിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് അയാൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അയാൾ സ്വയം നിലക്ക് എന്തെങ്കിലും കൂട്ടി കൊടുക്കണം. മറ്റേ ആൾ ആഗ്രഹിക്കരുത്. അതിന് വിരോധമില്ല എന്നുണ്ട് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകക്കുട്ടിയെ വായ്പയായി വാങ്ങിച്ചതും അതിനുശേഷം അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി മേന്മയുള്ള ഒരു ഒട്ടകത്തെ തിരിച്ചു കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കടം കൊടുത്ത ആൾ അത് ആഗ്രഹിക്കരുത്. കടം വാങ്ങിയ ആൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മിസിൽ തന്നെ തുല്യമായി തന്നെ കൊടുത്താൽ മതി, വേണമെങ്കിൽ അതിൽ മെച്ചപ്പെട്ടത് കൊടുത്തു എന്ന് വെച്ച് വിരോധവുമില്ല. അപ്പോൾ ഇസ്ലാമികമായ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ കരുതുന്ന ഈ കാര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സാമ്പത്തിക ഭദ്രത, മനുഷ്യരുടെ പരസ്പരമുള്ള വിശ്വാസ്യത, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആദരവ്, ബഹുമാനം, ഇതിനെ കൂടി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിസ്തരം ഈ വിഷയങ്ങളെ സൂചിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന ഖുതുബകളിൽ നമുക്ക് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും സുന്ദരമായ ഇസ്ലാമിക അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽ-അഹദ് അൽ-ഫർദ് അസ്-സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബാദല്ലാഹ് വഇമാ അല്ലാഹ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ربنا انصر إخواننا المجاهدين بأرض فلسطين. اللهم انصرهم بنصرك العزيز. اللهم كن معهم ولا تكن عليهم. اللهم دمر أعداءك أعداء الدين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم زلزل أقدامهم. اللهم فرق جمعهم. اللهم هدم حصونهم يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. قوموا للصلاة.